ഒരു പക്ഷേ നമ്മുടെ ഒരു ക്ലിക്കായിരിക്കും ഒരു കുട്ടി ഹാഫിദാവാനുള്ള കാരണം. അപ്പോൾ ഇവിടെ ഇരിക്കുന്നതൊക്കെ ഹാഫിദുകളാണ്. ഇവർ ചിലപ്പോൾ സ്വന്തം മാതാപിതാക്കൾ അറിഞ്ഞിട്ടാവില്ല, കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ഈ കണ്ടിട്ട് ആ ലിങ്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തത് കണ്ടിട്ടായിരിക്കും ഒരു പക്ഷേ കുട്ടികളെ കൊണ്ട് ചേർത്തിട്ടുണ്ടാവുക. മറ്റൊരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ആക്കോട് ഇസ്ലാമിക് സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി നടന്നു വരുന്ന ഖാസിം മുസ്ലിയാർ ഹിഫ്ദുൽ ഖുർആൻ കോളേജിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. മാർച്ച് 31 വരെ അപേക്ഷിക്കാനുള്ള സമയമാണ്. ഏപ്രിൽ 15 ഇൻ്റർവ്യൂ നടക്കുക. അപ്പോൾ ഏകദേശം ഒരു മാസവും 5 ദിവസവും സമയമുള്ളൂ അപേക്ഷിക്കാൻ. നിങ്ങൾക്ക് ഗൂഗിൾ വഴിയും നേരിട്ട് ഓഫീസിൽ വന്ന് അപേക്ഷാ ഫോം വാങ്ങിച്ചുമൊക്കെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇത് സംബന്ധമായുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരുന്നുണ്ടാകും. നമ്മൾ അഡ്മിഷൻ നൽകുന്നത് സ്കൂൾ 3ാം ക്ലാസ് പാസ്സായ 10 വയസ്സിൽ കവിയാത്ത ആൺകുട്ടികൾക്കാണ്. ഇൻഷാ അല്ലാഹ് പെൺകുട്ടികൾക്കുള്ള സംവിധാനം ഈ വർഷമല്ല, അടുത്ത വർഷം ആരംഭിക്കാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ 10 വയസ്സ് കവിയാത്ത സ്കൂൾ 3ാം ക്ലാസ് പാസ്സായ ആൺകുട്ടികൾക്കാണ് നമ്മൾ പ്രവേശനം നൽകുന്നത്. ഇപ്പോൾ ഈ വർഷം സ്കൂൾ 3ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൺകുട്ടികളുടെ രക്ഷിതാക്കളാണ് അപേക്ഷിക്കേണ്ടത്. എല്ലാ സംവിധാനവും, അതായത് 4 വർഷം കൊണ്ട് ഹിഫ്ള് പൂർത്തിയാവും. സ്കൂൾ വിഷയങ്ങളൊന്നും അവർക്ക് നഷ്ടപ്പെടുകയില്ല. സ്കൂൾ വിഷയങ്ങളൊക്കെ അവർക്ക് നമ്മൾ പഠിപ്പിക്കും. ഒന്നും നഷ്ടപ്പെടാതെ 4 വർഷം കൊണ്ട് അവർക്ക് ഹിഫ്ള് പൂർത്തിയാക്കാൻ കഴിയും. 4, 5, 6, 7 ക്ലാസ്സിലെത്തുമ്പോൾ ഹിഫ്ള് പൂർത്തിയാവും. 8ാം ക്ലാസ് മുതൽ പിന്നെ PG വരെ ഖുർആൻ അടിസ്ഥാനമായുള്ള തുടർ പഠന സംവിധാനവും ഇവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾ കുട്ടികളെ 3ാം ക്ലാസ് കഴിഞ്ഞ് 4 കൊണ്ടുപോയി ചേർത്തിയാൽ PG കഴിഞ്ഞവർ തിരിച്ചു പോകുമ്പോൾ, ഒരു കുട്ടി PG കഴിഞ്ഞ് പുറത്തുനിന്ന് ഇറങ്ങുമ്പോൾ അവനെ കരഗതമാക്കുന്ന എല്ലാ ഭൗതിക വിദ്യാഭ്യാസവും അതും നേടാം. ഖുർആൻ പൂർണ്ണമായും ഹിഫ്ള് ചെയ്ത ഹാഫിളായിരിക്കും, ഒരു നല്ല ഖുർആൻ പണ്ഡിതനുമായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആരും അവസരം നഷ്ടപ്പെടുത്തരുത്. ഉമ്മമാരുടെയൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങളുടെ കുടുംബത്തിലും കുടുംബ ഗ്രൂപ്പുകളിലും മഹല്ലിലെ ഗ്രൂപ്പുകളിലൊക്കെ മാക്സിമം ഇത് ഷെയർ ചെയ്യണം. ഇൻഷാ അല്ലാഹ് പരമാവധി ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. ഒരു പക്ഷേ നമ്മുടെ ഒരു ക്ലിക്കായിരിക്കും ഒരു കുട്ടി ഹാഫിദാവാനുള്ള കാരണം. അപ്പോൾ ഇവിടെ ഇരിക്കുന്നതൊക്കെ ഹാഫിദുകളാണ്. ഇവർ ചിലപ്പോൾ സ്വന്തം മാതാപിതാക്കൾ അറിഞ്ഞിട്ടാവില്ല, കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ഈ കണ്ടിട്ട് ആ ലിങ്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തത് കണ്ടിട്ടായിരിക്കും ഒരു പക്ഷേ കുട്ടികളെ കൊണ്ട് ചേർത്തിട്ടുണ്ടാവുക. അവനവൻ്റെ കുട്ടി ചിലപ്പം പരീക്ഷയിൽ തോറ്റിട്ടുണ്ടാവും, പക്ഷേ നമ്മൾ അറിയിച്ചു കൊടുത്താലുള്ള കുട്ടി ചിലപ്പോൾ ജയിച്ചിട്ടുണ്ടാവും. നമ്മൾ കാരണം ഒരാൾ ഹിദായത്തായാൽ ലോകം മുഴുവൻ ലഭിക്കുന്നതിനേക്കാൾ നല്ലതാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു ക്ലിക്കാകാം ഒരു പക്ഷേ ഒരു ഹാഫിദിനെ നമുക്ക് വാർത്തെടുക്കുന്നതിൻ്റെ പിന്നിൽ നിങ്ങളുടെ ഒരു ക്ലിക്കാകാം ഒരു പക്ഷേ അതിന് കാരണമാകും. അതുകൊണ്ട് മാക്സിമം ഇത് ഫോർവേഡ് ചെയ്യണം. നമ്മുടെ ഗ്രൂപ്പുകൾ വഴി അതിൻ്റെ പരസ്യങ്ങളും മറ്റുമൊക്കെ നിങ്ങൾക്ക് കിട്ടിയാൽ മാക്സിമം അത് ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്താം.